ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരും വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നുവെന്ന് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ പറയുന്നു. പത്മകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ഠരര് രാജീവരിൽ നിന്ന് മൊഴിയെടുക്കുക. റിനു ശ്രീധർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ശരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്, ഇയാൾക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ SITയുടെ മുന്നിലുണ്ട്. അതിന് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ തന്നെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാകും. പറയൂ റിനു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. നിലവിൽ കസ്റ്റഡി അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത പത്മകുമാറിനെ ചോദ്യം ചെയ്തതിലാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ ഒരു പങ്ക് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും ശബരിമലയിൽ ഇത്രയധികം ഇടപെടൽ നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തതും പത്മകുമാറിന് പരിചയപ്പെടുത്തി കൊടുത്തതും തന്ത്രിയാണ് എന്നുള്ളതാണ് നിലവിൽ ലഭിച്ച വിവരം. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കൽ കൂടി നേരത്തെ തന്നെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിശദമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യൽ നടത്തുവാൻ വേണ്ടി SIT ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. തന്ത്രിയെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരിക്കും വീണ്ടും ചോദ്യം ചെയ്യുക. സാധാരണഗതിയിൽ ഒരു പ്രാഥമിക മൊഴിയെടുക്കൽ മാത്രമാണ് നേരത്തെ നടത്തിയതെങ്കിൽ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ തന്ത്രിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. നിലവിൽ അത്തരം ഒരു നിരീക്ഷണത്തിലേക്ക് തന്നെയാണ് SIT പോകുന്നത്. ഒപ്പം ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരേണ്ടതായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ വരും. വന്നതിന് ശേഷം ഡിസംബർ 3-നകം തന്നെ ഒരു പ്രാഥമിക ഒരു അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം നൽകുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. നിലവിൽ ഇനി ആരെയൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പട്ടിക SIT തയ്യാറാക്കുന്നുണ്ട്. കാരണം ഇത് അധികം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി SIT തീരുമാനിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി കേസ് പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലുമുണ്ട്. ഒപ്പം ഈ കസ്റ്റഡിയിലായവരുടെയും പ്രതിപട്ടികയിലുള്ളവരുടെയും ഇനി ചോദ്യം ചെയ്യേണ്ടവരുടെയും ഒക്കെ സാമ്പത്തിക ചുറ്റുപാട്, സാമ്പത്തിക സ്ഥിതിയും SIT കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്ത്രിയെ വിളിച്ചു വരുത്തി കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് SIT കടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.